ഇന്നത്തെ ഡിഷ് ഒരു എഗ്ഗ് പനീർ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണ്. ഇത് ലോ കാലറി ഹൈ പ്രോട്ടീൻ ഒരു ഡിഷാണ്. അപ്പോൾ അത് വെയിറ്റ് ലോസുകാർക്കും ഡയബറ്റിക് പേഷ്യൻസിനും പറ്റിയൊരു ഡിന്നർ ഓപ്ഷനാണ്. ഇൻഗ്രീഡിയൻസ് ഒന്നും അത്ര കാര്യമായിട്ടൊന്നുമില്ല. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പനീരിനെ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ പനീർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, അതുപോലെ ചെറുനാരങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കസൂരി മേത്തി, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്യുക. അത് കടുകെണ്ണയിൽ. ഇത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ വേണം വെളുത്തുള്ളി വാട്ടാൻ. വെളുത്തുള്ളി ചെറിയതായിട്ടൊന്ന് ആ ഫ്ലേവർ വന്നാൽ മതി. ആ ഫ്ലേവർ വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ്, ഇതിലുപയോഗിച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ബീൻസ്, കാബേജ്, അതുപോലെ സവാള. അപ്പോൾ ഇത് ബ്രോക്കോളി കിട്ടണമെങ്കിൽ ബ്രോക്കോളി ഉപയോഗിക്കുക. ക്യാരറ്റ് റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ലോ കാർബ് വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് കുറച്ച് ഉപ്പിട്ടിട്ട്, അപ്പോൾ നല്ലല്ലേ വെള്ളം അതിൽ നിന്ന് റിലീസ് ചെയ്യുള്ളൂ. സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ആയിക്കോളും. അത്ര വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പനീർ ഗ്രില്ല് ചെയ്തത്, അതുപോലെ എഗ് വൈറ്റ്, ഞാനിവിടെ 3 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് മാത്രം എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞ്, ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പെപ്പർ പൗഡറും, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിലെ മസാല. ഇത് ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പനീരും എഗ് വൈറ്റും ഇട്ട് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾ എഗ്ഗ് പനീർ സ്റ്റിർ ഫ്രൈ റെഡിയായി. അപ്പോൾ ഇത് നല്ല ഫില്ലിങ്ങാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറെന്നറിയും. ഇത് നമ്മളിങ്ങനെ വെന്ത് കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കണം. അല്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കഴിച്ചാൽ വയറെന്നറിയൊന്നുമില്ല. സമാധാനപരമായിട്ട് ഓരോന്നിങ്ങനെ ഫോർക്ക് എടുത്ത് ഓരോന്നിങ്ങനെ ടേസ്റ്റ് ചെയ്ത്, അത് കണ്ടാദ്യം നമുക്ക് ടേസ്റ്റ് ആവണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ഒരു കഷ്ണം പനീർ, ഒരു കഷ്ണം എഗ്ഗ്, കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കും. ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും വയറെന്നറിയും. ഇത് കാലറി നോക്കുകയാണെങ്കിൽ ഒരു 300 കാലറീസ് വരും. അതുപോലെ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ 22 ഗ്രാം വരും. അപ്പോൾ നല്ല ഫില്ലിങ്ങാണ്. വിശക്കൊന്നുമില്ല. നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഡിന്നർ ഇത്രയുള്ള കഴിച്ചത്, ഇനി വിശക്കോ ഭഗവാന് വൈകുന്നേരം, അങ്ങനെയൊന്നുമില്ല. വിശക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പനീരിന് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം. ചിക്കൻ ഇതുപോലെ ഗ്രില്ല് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായമൊക്കെ അറിയിക്കണം.